എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നവ്യ എല്ലാം വിശ്വസിച്ചു എന്ന് കരുതി ഭയങ്കര സന്തോഷത്തിലാണ് നാഗേന്ദ്രനും അവന്തികയും ഒക്കെ. അവന്തിക പറയുവാണ് ഏതായാലും അഭിയേട്ടന് സമാധാനമായി എന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട് നവ്യ എത്രത്തോളം അഭിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇനിയിപ്പം എൻ്റെ മകൻ്റെ പട്ടാഭിഷേകം എനിക്ക് നടത്തണം, അത് എത്രത്തോളം ഗംഭീരമാക്കാൻ സാധിക്കുമോ അത്രത്തോളം ഗംഭീരമാക്കണം എന്നൊക്കെ നാഗേന്ദ്രൻ പറയുമ്പം അവന്തിക പറയുന്നുണ്ട് ഇതെല്ലാം നവ്യേടത്തിയുടെ കഴിവുകൊണ്ടാണെന്നാണ് നവ്യേടത്തി വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ ജോലി കിട്ടിയത് പോലും അവരുടെ കഴിവുകൊണ്ടാണ് എന്നാണ് അവരുടെ വിചാരം. സ്വന്തം അച്ഛൻ്റെ കമ്പനി തന്നെയാണ് ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് ഇവർക്കാർക്കും അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട് അത് ഉടനെ ഒന്നും അറിയിക്കേണ്ട എന്ന്. എന്നിട്ട് പറയുവാണ് ഇനിയിപ്പം നമ്മുടെ കൂടെ കൂടേണ്ടത് നവീനാണ്. നവീനെ കൂടെ നീ നമ്മുടെ കൂടെ ആക്കി കഴിഞ്ഞാൽ ലീഗലി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവൻ നോക്കിക്കോളും. അവനും അവൻ്റെ മുത്തശ്ശനൊക്കെ എത്രത്തോളം കഴിവുള്ളവരാണെന്ന് മോൾക്കറിയാവോ? ഇന്ന് ഈ കേരളത്തിൽ അവൻ്റെ മുത്തശ്ശൻ്റെ അത്രയും കഴിവും പ്രാഗൽഭ്യമുള്ള ഒരു വക്കീൽ വേറെ ഇല്ല എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ചോദിക്കും നിങ്ങളിടയ്ക്ക് സംസാരിക്കാറുണ്ടോ കാണാറുണ്ടോ എന്നൊക്കെ. അങ്ങനെ അവന്തിക പറയും ഇല്ല, ഇപ്പോൾ കണ്ടിട്ട് 2-3 ദിവസമായി, വിളിക്കാറുമില്ല എന്ന് പറയുമ്പം അതെന്താ മോളെ അങ്ങനെ, അവൻ ഇങ്ങോട്ടും വിളിക്കാറില്ലേ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയുമ്പം അങ്ങനെ പോയാൽ ശരിയാകില്ല, മോൾ ഇടയ്ക്കിടയ്ക്ക് അവനെ വിളിക്കണം, അവന് അവസാനം നിൻ്റെ ശബ്ദം കേൾക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരവസ്ഥ വരണം, നിന്നെ ഒരിക്കലും വിട്ടുകളയാൻ പറ്റില്ല എന്ന് അവന് തന്നെ തോന്നണം. അങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ ഇടയ്ക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുമ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവന്തിക നവീനെ വിളിക്കുക. അന്നേരം നവീൻ പറയുന്നുണ്ട് അവന്തിക ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു, എനിക്ക് അവന്തികയെ ഒന്ന് കാണണം, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആ പാർക്കിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ, ഞാൻ അവിടെ വരാമെന്ന് പറയും. അന്നേരം ഞാൻ ഇപ്പം തന്നെ വരാം, ഇങ്ങനൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നവീനേട്ടൻ എന്നോട് പറയണ്ടേ, ഞാൻ ഓടിയെത്തില്ലേ എന്നൊക്കെയാണ് അവന്തിക ചോദിക്കുന്നത്. എന്നാൽ പാർക്കിൻ്റെ അങ്ങോട്ട് വന്നേരം ഞാൻ അവിടെ കാണാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നു. അത് കഴിഞ്ഞ് അവന്തിക നാഗേന്ദ്രനോട് പറയും ഈ കാര്യം, അച്ഛൻ എന്നോട് അങ്ങോട്ട് പാർക്കിൻ്റെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പം എങ്കിൽ മോള് ചെല്ലേ, എന്നിട്ട് ആ ബന്ധം ഇത്തിരി കൂടി ദൃഢമാക്കണം, ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ആര് നിന്ന് കളിച്ചാലും നിങ്ങൾ പരസ്പരം അകലരുത്, ആ ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്ന് പറയുമ്പം ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവന്തിക അങ്ങ് പോകുന്നു. അടുത്ത കാൽക്കുലേഷൻസൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് നാഗേന്ദ്രൻ. ഏതായാലും അവന്തിക നേരെ പാർക്കിലോട്ട് ചെല്ലുമ്പം അവിടെ നവീനുണ്ട് കേട്ടോ. നവീൻ അവന്തികയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവന്തിക അടുത്തോട്ട് വന്നിട്ട് നവീനേട്ടനെ കണ്ടിട്ട് എത്ര ദിവസമായി, ഒരു ദിവസം പോലും എന്നെ അങ്ങോട്ട് വിളിച്ചില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അവന്തിക എനിക്ക് അവന്തികയോട് ഒരു കാര്യം പറയാനുണ്ട്, അതിനു വേണ്ടിയാണ് ഞാൻ അവന്തികയെ വിളിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അവന്തിക പറയും അതിനെന്താ, എന്ത് വേണേലും നവീനേട്ടന് എന്നോട് പറയാലോ, പറഞ്ഞു എന്ന് പറയും. എന്നിട്ട് നവീൻ പറയുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടായിരുന്നല്ലോ, അന്നും ഇത് അവന്തികയോട് പറയണമെന്ന് തന്നെയാണ് ഞാൻ കരുതിയിരുന്നത്, പക്ഷേ എനിക്കത് സാധിച്ചില്ല. അതുകൊണ്ട് പറയുമ്പം ഇത്തിരി സമാധാനത്തോടു കൂടി കേൾക്കണം, പെട്ടെന്ന് ടെൻഷൻ ആകരുതെന്നൊക്കെ പറയുമ്പം ചെറിയതായിട്ടൊന്ന് മുഖമൊക്കെ അങ്ങ് മങ്ങൂട്ടോ അവന്തികയുടെ. അത് കഴിഞ്ഞ് നവീൻ പറയുവാണ് ഞാൻ അവന്തികയെ പെണ്ണ് കാണാൻ വന്നത് ഒരിക്കലും അങ്ങനെ ഒരു പെണ്ണ് കാണലാണ് എന്നറിയാതെയാണ്. എൻ്റെ മുത്തശ്ശനും അമ്മയും ഒന്നും എന്നോട് അതൊരു പെണ്ണ് കാണലാണ് എന്ന് പറഞ്ഞിരുന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്, അത് അവർക്കും ഏകദേശം അറിയാവുന്ന കാര്യമായിരുന്നു. എൻ്റെ വിവാഹ സങ്കല്പങ്ങൾ വേറെയാണ് എന്നൊക്കെ പറയുമ്പം അതെന്താ നവീനേട്ടൻ്റെ വിവാഹ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടി അല്ലേ ഞാൻ എന്ന് ചോദിക്കുമ്പം അങ്ങനെയല്ല അവന്തിക, എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്, അവളെ എനിക്ക് ചതിക്കാൻ സാധിക്കത്തില്ല, അവളെ ഞാൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാകും എനിക്ക് തന്നെ, അതുകൊണ്ട് അത് സാധിക്കില്ല, അതുകൊണ്ട് ഈ വിവാഹം നടക്കില്ല എന്ന് പറയുവാണ്. അവന്തികയുടെ മുഖമൊക്കെ അങ്ങ് മങ്ങും. എങ്കിൽ ഇതെന്നോട് നേരത്തെ പറയാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട് പെണ്ണ് കാണാൻ വന്ന ദിവസം ഇത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു, പിന്നെ നമ്മൾ ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു, ആ സമയത്ത് ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് അവന്തിക എന്നോട് സംസാരിച്ചത്, അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് ഇതെനിക്ക് പറയാൻ സാധിച്ചില്ല, അതുകൊണ്ടാണ് അവന്തിക എന്നെ മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ആയിക്കോട്ടെ, ഏതായാലും വേറൊരാളെ വിഷമിപ്പിച്ചുകൊണ്ട് മാത്രമല്ലേ മറ്റൊരാൾക്ക് സന്തോഷം കിട്ടത്തുള്ളൂ, അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട് നവീനേട്ടൻ്റെ മുത്തശ്ശനും അമ്മയും ഒക്കെ വളരെ പ്രതീക്ഷയിലാണ്, എൻ്റെ വീട്ടിലും എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലാണ് ഈ വിവാഹാലോചനയായിട്ട് മുന്നോട്ട് പോകുന്നത്, ഇനിയിപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാകും, ഏതായാലും നവീനേട്ടൻ്റെ ആഗ്രഹം പോലെ മനസ്സിലുള്ള പെൺകുട്ടി തന്നെ വിവാഹം കഴിക്കാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്ന് പോരുവാണ്. ഈ സമയം വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. മുത്തശ്ശി പറയുവാണ് നയനയുടെ 3-ാം മാസത്തെ ചടങ്ങ് ആകാറായി, അത് ഈ വീട്ടിൽ വെച്ചായിരുന്നു നടത്തേണ്ടത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും സാധിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് സാരമില്ല, ഇനി 5-ാം മാസവും 7-ാം മാസവും 9-ാം മാസവും ഒക്കെ ചടങ്ങ് വരുന്നുണ്ടല്ലോ, അതൊക്കെ നടത്താമെന്ന്, ആ ചടങ്ങൊക്കെ എന്താണോ പോലും, ഏതായാലും അങ്ങനെ ചടങ്ങൊക്കെ ഉണ്ട്, അത് നമുക്ക് ഇവിടെ വെച്ച്
നടത്താമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുവാണ്, ഇനിയിപ്പം മരുമകൾ നിങ്ങളെ വിളിക്കത്തൊന്നും ഇല്ലായിരിക്കും എന്ന് പറയുമ്പം, വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കുകയില്ല, അതുകൊണ്ട് വിളിക്കണ്ട എന്ന് പറഞ്ഞ് അതിനെ അങ്ങ് നിരുത്സാഹപ്പെടുത്തണം താന്, വിളിച്ചാൽ ശരിയാകുകയില്ല എന്ന് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേക്കും അവന്തിക അങ്ങോട്ട് വരും. എന്നിട്ട് ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ, എന്താ മോളെ മുഖം വല്ലാണ്ടിരിക്കുന്നത്, എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുവാണ്. അന്നേരം അവന്തിക പറയുക, അച്ഛ, മുത്തശ്ശ, എല്ലാവരും ഒരുപാട് ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ വിവാഹാലോചനയും വിവാഹവും ഒന്നും ഇനി നടക്കില്ല എന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുക, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, നവീനേട്ടന് അങ്ങനെ ഒരു വിവാഹത്തിൽ താല്പര്യമില്ല, നവീനേട്ടൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ട് എന്ന് പറയുമ്പം മുത്തശ്ശി, അതൊന്നും ശരിയാകുകയില്ല, അതെങ്ങനെയാണ് ശരിയാകുന്നത്, ഇന്ന് രാവിലെ കൂടി നവീൻ്റെ മുത്തശ്ശൻ ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചതല്ലേ വിവാഹത്തെക്കുറിച്ച്, അപ്പോൾ എങ്ങനെയാണ് അത് ശരിയാകുന്നത് എന്ന് ചോദിക്കും. അന്നേരം അവന്തിക പറയുന്നുണ്ട്, എന്നോട് നവീനേട്ടനാണ് ഈ കാര്യം പറഞ്ഞത് എന്ന്. അന്നേരം മുത്തശ്ശി പറയുക, ഇദ്ദേഹം നവീൻ്റെ മുത്തശ്ശനെ വിളിച്ച് സംസാരിക്കും, അപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്ന് പറയുമ്പം അവന്തിക ചോദിക്കും, നവീനേട്ടൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് മാറ്റം ഉണ്ടാകുന്നത്, അത് മാറ്റിയിട്ട് അവിടെ എന്നെ പ്രതിഷ്ഠിക്കുമോ ഇനി അവർ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുവാണ്, ചിലപ്പം അവരൊക്കെ സംസാരിച്ച് കഴിയുമ്പം നവീൻ്റെ മനസ്സിന് മാറ്റം ഉണ്ടാകുമെന്ന്. ഇങ്ങനെ സംസാരിച്ചും പറഞ്ഞും ഒരു കൊച്ചുമകൻ്റെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കി വെച്ചേക്കുവാണ് അവർ. എന്നിട്ടാണ് ഇനിയിപ്പം നവീൻ്റെ ജീവിതം കൂടെ തുലയ്ക്കാൻ നോക്കുന്നത്. ഏതായാലും അവന്തിക പറയുന്നുണ്ട്, മനസ്സിൽ സ്ഥാനമില്ലാതെ ആ ജീവിതത്തിലോട്ട് കയറി ചെല്ലാൻ എനിക്ക് താല്പര്യമില്ല, എനിക്കിത് ഭയങ്കര നാണക്കേട് വരെയായി, വിഷമമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക അങ്ങോട്ട് പോകുന്നു. അവന്തിക പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിൽ നവീന് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല, കാരണം ഇങ്ങോട്ട് അവനെ കൂട്ടിക്കൊണ്ട് വന്നത് ഒരു പെണ്ണുകാണലാണ് എന്ന് പറയാതെയാണ്, അവൻ അവിടെ വന്നിരുന്നതിന് ശേഷം പെണ്ണുകാണലാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖം മാറിയത് ഞാൻ ശ്രദ്ധിച്ചതാണ്, പിന്നെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ നിർബന്ധിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം നവീൻ്റെ വീട്ടിൽ ആകെ ദേഷ്യത്തിലാണ് നവീൻ്റെ അമ്മ. നവീൻ്റെ അമ്മ പറയുവാണ്, ഞാൻ അവന്തിക മോളെ ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്, എൻ്റെ മരുമകളാക്കാൻ ആഗ്രഹിച്ചതാണ്, അതാണ് നീ നശിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പം നവീൻ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുകയോ കൂടി വേണ്ടേ എന്ന്. അന്നേരം നിനക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളോടുകൂടി ആലോചിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട്, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കാതിരുന്നത് എന്ന്. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മനസ്സിൽ ആരാ ഉള്ളത്, ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ എന്നൊക്കെ പറയുമ്പം നവീൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പം നിൻ്റെ മനസ്സിൽ ആരുണ്ട് എന്ന് പറഞ്ഞാലും എനിക്കത് പ്രശ്നമൊന്നുമല്ല, തൻ്റെടിയായ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളെ ഇങ്ങോട്ട് കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ പറയുന്നു. അന്നേരം നവീൻ പറയുന്നുണ്ട്, എനിക്കിപ്പം പ്രത്യേകിച്ച് വിവാഹമൊന്നും വേണ്ട, അത് തന്നെയാണ് എൻ്റെ തീരുമാനം, കാരണം ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ സമാധാനം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം തന്നെ അനന്തപുരിയിലെ കാര്യം അറിയാമല്ലോ, നയന് വലിയ കുഴപ്പമില്ല, പക്ഷെ നവ്യ മൂലം ആ വീട്ടിലുള്ളവർക്ക് നേരാവണമെന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, അത്രയും വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയെ ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അവളെ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇനി ഉടനെ ഒന്നും വിവാഹം കഴിക്കുന്നില്ല, നിങ്ങൾ പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറുമല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത മരുമകളെ ഈ വീട്ടിലോട്ട് കയറ്റാൻ ഇഷ്ടമല്ലല്ലോ, അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യവും, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് കയറ്റുന്നുണ്ടെങ്കിൽ അവളെ മനസ്സിലാക്കി അവളെ ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാനത് ചെയ്യുകയില്ല എന്ന് തന്നെ നവീൻ പറയുന്നു. വീണ്ടും ഇവർ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ, അനന്തപുരിയുമായിട്ടൊരു ബന്ധം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, അതിന് അവന്തിക അനന്തപുരിയിലെ പെൺകുട്ടിയല്ല, അവളുടെ അമ്മ എങ്ങനെയാണ് ആ വീട്ടിലെത്തിയെന്ന് നിങ്ങൾക്കറിയാലോ എന്നൊക്കെ പറയുമ്പം മുത്തശ്ശൻ പറയുവാണ്, അതൊരു കുറവായിട്ട് നീ കാണേണ്ട കാര്യമില്ല, ജലജയും അവരുടെ മകനും സ്വഭാവത്തിൽ ഇത്തിരി മോശമാണെങ്കിലും ഈ പെൺകുട്ടി അങ്ങനെയല്ല എന്നൊക്കെ പറയുക. അന്നേരം നവീൻ പറയുന്നുണ്ട്, ഇവളെ എനിക്ക് പണ്ടേ അറിയാവുന്നതാണ്, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ്, അവളോട് എനിക്ക് അന്നും ഒരു ഇഷ്ടവും തോന്നിയിട്ടില്ല, പഠിക്കുന്ന കാലത്ത് അഭിയെപ്പോലെ തന്നെയായിരുന്നു ഇവൾ, മഹാ അഹങ്കാരിയായിരുന്നു, പിന്നെ അയർലൻഡിൽ പോയി മാറ്റം വന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നു, എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല, അതെങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടറിയാം, അതുകൊണ്ട് എനിക്കിതിൽ താല്പര്യമില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് നവീൻ അങ്ങ് പോയി കഴിയുമ്പം ഭയങ്കര ദേഷ്യപ്പെട്ട് നവീൻ്റെ അമ്മ പറയുവാണ്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവൻ്റെ ഇഷ്ടത്തിന് തൻ്റെടിയായ ഒരു പെൺകുട്ടി ഈ വീട്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കത്തില്ല, അത് എൻ്റെ മരണത്തിന് ശേഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് അവരും അങ്ങ് പോകുന്നുണ്ട്. പിന്നെ നയനിയാണ് കാണിക്കുന്നത് കേട്ടോ. നയനി ഇങ്ങനെ ചിന്തിച്ചിരിക്കുവാണ്, എന്താണ് നവ്യ ഇങ്ങനെ മാറാൻ കാരണമെന്ന്. എന്നിട്ട് അത് ആദർശ് വരുമ്പോൾ ആദർശനോടും പറയുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ നോർമലായിട്ട് പെരുമാറുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ്, പക്ഷേ ചേച്ചിയുടെ മനസ്സ് മാറ്റിയത് ആരാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അവൾ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം 2-3 തവണ പുറത്ത് പോയിരുന്നു, അതെങ്ങോട്ടാണ് പോയതെന്നും ആരെയാണ് കണ്ടതെന്നും ആർക്കും അറിയില്ല, മിക്കവാറും അവൾ പോയി കണ്ടത് അഭിയെ അഭിക്ക് വളരെ വേണ്ടപ്പെട്ട ആരെയെങ്കിലും ആയിരിക്കും, അയാളായിരിക്കും മിക്കവാറും അവളുടെ
മനസ്സ് മാറ്റിമറിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആദർശ് പറയുക, ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ അവിടെ സുഖിച്ചിരിക്കുമായിരിക്കും, അവനെ ഞാനൊന്ന് ഫോൺ വിളിക്കട്ടെ എന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, വെറുതെ വിളിക്കേണ്ട കാര്യമില്ല, അവൻ്റെ സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ എന്ന്. അന്നേരം അങ്ങനെയല്ല, ഒന്നും തീർന്നിട്ടില്ല എന്ന് അവനെ അറിയിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുവാണേ. വിളിച്ചിട്ട് ഫോൺ എടുക്കുമ്പം അബിക്ക് ഇഷ്ടക്കേടാണ്, എങ്കിലും എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്നോർത്ത് എടുക്കും. അന്നേരം ആദർശ് അങ്ങോട്ട് പറയുക, എടാ നിൻ്റെ ചരിത്രമൊക്കെ അറിഞ്ഞിട്ട് നിൻ്റെ ഭാര്യ നിന്നെ തന്നെയാണല്ലോ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണെന്നറിയത്തില്ല, ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുമായിരുന്നു, ഏതായാലും ഇപ്പോൾ അവൾക്ക് എന്നോടുള്ള സംശയമൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം, എങ്കിൽ നീ ഒരു കാര്യം അറിഞ്ഞു, ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറ്റി പറയിപ്പിക്കാൻ സാധിക്കും, കാരണം ജീവനുള്ള ഒരു തെളിവ് ഇപ്പോഴും ഉണ്ട്, ആനഖ അവൾ റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അബിയോട് പറഞ്ഞേക്കുന്നു ആദർശ്. അന്നേരം ആകെ ടെൻഷൻ ആകുന്നുണ്ട് അബി. എന്നിട്ട് ആയിക്കോട്ടെ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. ഫോൺ വെച്ച് കഴിയുമ്പം നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ അവനോട് പറയാൻ പോയത്, പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ആദർശേട്ടൻ അവനോട് പറഞ്ഞു ജീവനുള്ള ഒരു തെളിവ് നിലവിലുണ്ട് എന്ന്, അവൻ ഇനി അത് നശിപ്പിക്കാൻ ശ്രമിക്കും എന്ന് പറയുമ്പം ആദർശ് പറയാം, അതൊന്നും സാധിക്കത്തില്ല, ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അതിവേഗമാണ് അനഘ തിരിച്ചു വരുന്നത്, അവൾ താമസിക്കാതെ സംസാരിക്കും എന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. എന്തൊക്കെയാണോ എന്തോ, ഈ സാധനത്തിനെയൊക്കെയാണ് പിടിച്ച് MD ആക്കി വെച്ചിരുന്നത്. അതിൽ കൂടുതൽ ബോധത്തോടെ നയന സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം മാളവിക വിളിക്കുന്നുണ്ട്, ഒന്ന് കാണണമെന്ന് പറയുന്നു. ഞാൻ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആദർശ് ചെല്ലുമ്പോൾ മാളവിക പറയുന്നുണ്ട്, ഈ ഡേവിഡ് വിളിക്കുന്ന ആൾ മോഡേൺ ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അയാളോട് എപ്പോഴും ഭയങ്കര ബഹുമാനത്തോടു കൂടിയാണ് ഡേവിഡ് സംസാരിക്കുന്നത്, അതാരാണ് എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, സേവ്യറും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡേവിഡ് വിളിക്കുന്ന ആളുടെ ലൊക്കേഷൻ ആ ഹോട്ടലിൻ്റെ പരിസരത്താണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇത് ഡേവിഡിനെ ഒന്ന് അറിയിക്കട്ടെ, എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം, അതുപോലെ എനിക്ക് ഇനി ആ ഹോട്ടലിലേക്കും വേഷം മാറി ചെല്ലേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദർശ് പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട്, ഏതായാലും ഈ പറയുന്ന ആൾക്ക് അനന്തപുരിയെ നന്നായിട്ട് അറിയാം, അനന്തപുരിയുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്, ഞാനും മുത്തശ്ശനും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ളൊരു വാർത്ത അയാളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടാവും, ഏതായാലും അത് നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ആദർശ് പോകുമ്പം ആദർശിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന മാളവികയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.